CK അഴീക്കോട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അഴീക്കോട് അവസാന നിമിഷം വരെ 13 റൗണ്ട് വരെ പിടിച്ചു നിന്ന KV സുമേഷ് ഒടുവിൽ കരീം ചേലേരിക്ക് മുമ്പിൽ കീഴടങ്ങിയോ? ഈ തരംഗത്തിനിടയിലും പിടിച്ചു നിന്ന കണ്ണൂരിലെ ഏക സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അത് പൂർണ്ണമായും സ്ഥിരീകരിച്ചതല്ല. 54 വോട്ടിന് UDF-ലെ അബ്ദുൽ കരീം ചേലേരി വിജയിച്ചു എന്ന് പറയുന്നു. പക്ഷെ അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി അത് എണ്ണുന്നതോ അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങളോ അകത്ത് നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഏതായാലും നെറ്റ് ഫൈറ്റ് നടന്നു. അവസാന ഘട്ടത്തിൽ പുഴാതി പഞ്ചായത്താണ് കോർപ്പറേഷന്റെ പുഴാതി ഭാഗമാണ് എണ്ണാനുള്ളത്. അത് UDF-ന്റെ ഒരു കേന്ദ്രമാണ്. അതുവരെ UDF സുമേഷ് ലീഡ് നിലനിർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ 54 വോട്ടിന് വിജയിച്ചു എന്ന അനൌദ്യോഗിക വിവരം മാത്രമേ ഉള്ളൂ. ആ വിവരം കൺഫേം ചെയ്യണം. വളരെ 2 അക്ക മാർജിൻ മാത്രമാണ്. അതെ, ചെറിയ മാർജിനാണ്. എനിക്ക് തോന്നുന്നു ഒന്ന് TS ഹരികൃഷ്ണനെ കൂടി കണക്ട് ചെയ്യാം. നേമത്തെ കാര്യം നോക്കണം. നേമത്തെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ 2000 ചില്ലാൻ വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇനി എണ്ണാനുള്ളത് LDF-ന് സ്വാധീനമുള്ള മേഖലകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എങ്ങനെ മാറി മറിയും കാര്യങ്ങൾ? നേമത്ത് ആര് പിക്ചറിലേക്ക് വരുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഒപ്പം കാസർഗോഡ് വേണം. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ ജയിക്കുന്നതോടെ പുതിയൊരു ചരിത്രമാണ്. തൃക്കരിപ്പൂരിൽ നിന്നൊരു UDF MLA, പയ്യന്നൂരിൽ നിന്നൊരു UDF MLA, തളിപ്പറമ്പിൽ നിന്നൊരു UDF MLA, പൈരാമ്പ്രയിൽ നിന്നും നാദാപുരത്തു നിന്നും UDF MLA-മാർ ചരിത്രം കുറിച്ച ദിവസമാണിന്ന്. ചരിത്രം വഴിമാറുന്നു. ചടയമംഗലത്തും വാമനപുരത്തും ഒക്കെ ജയിക്കുന്നു. വാമനപുരം എല്ലാ പഞ്ചായത്തിലും ലീഡ് ചെയ്താണ്. 55 വർഷത്തിലധികം 60 വർഷത്തോളമായി അവിടെ ഒന്ന് ജയിച്ചിട്ട്. ചടയമംഗലത്ത് ഇടയ്ക്ക് ഒരു വേള മാത്രം ജയിച്ച, ഇപ്പോൾ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ അങ്ങനെ വീടില്ല എന്ന് കരുതിയ കോട്ടകളൊക്കെ വീഴുന്നുണ്ട്. അഴീക്കോട് റീകൗണ്ടിംഗ് നടക്കുന്നു. ചില അങ്ങനെയുള്ള വിവരവും വരുന്നുണ്ട്. ഏതായാലും 53 എന്നുള്ളത് നേരത്തെ വിജയൻ പറഞ്ഞു. 58 എന്നുള്ളതാണ് എനിക്കൊരാൾ അയച്ചു തന്ന വിവരം. 58 വോട്ടിനവിടെ ലീഗ് ജയിച്ചു എന്നുള്ളതാണ് അഴീക്കോട്. ഏതായാലും പക്ഷേ അവിടെ എന്തോ ചില ഒരു കൺഫേം ചെയ്യാൻ ബാക്കിയുണ്ട്. 54 വോട്ടുകൾക്ക് കരീം ചേലേരി ജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർത്ത. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി. റാന്നിയിൽ UDF ലീഡ് ചെയ്യുന്നു. 14 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ 3400 സോറി ക്ഷമിക്കണം, ഞാൻ കോന്നി എന്ന് തെറ്റിദ്ധരിച്ചു. റാന്നി നേരത്തെ കോന്നിയാണ് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടക്കുന്നത്, തെറ്റിദ്ധരിച്ചാണ്. ശരി. അപ്പൊ ആറന്മുളയിൽ അബിൻ വർക്കി, അവിടെയും ഒരു മന്ത്രിമണ്ഡലം കൂടി തകർന്നടിയുകയാണ്. വീണ ജോർജിനെ പരാജയപ്പെടുത്തി അബിൻ വർക്കി. ഇനി നമുക്ക് അറിയേണ്ടത് നേമത്തിന്റെ പിക്ചർ, അഴീക്കോടിന്റെ പിക്ചർ, തൃക്കരിപ്പൂരിൽ എന്ത് സംഭവിച്ചു? ഈ 3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. നേമം ഇനി എണ്ണാനുള്ള സ്ഥലങ്ങൾ നേമത്ത് അത് ആർക്ക് സ്വാധീനമുള്ള മേഖലകളാണ്? BJP മാത്യു കുഴൽനാടൻ വലിയ ഭൂരിപക്ഷത്തിലാണ് മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചു കയറുന്നത്.